ഹലോ ഗൈസ്, നമുക്ക് ഈ കയ്യിൽ കാണുന്ന ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് വെച്ചിട്ട് ഇന്നൊരു ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്യാം. നമ്മൾ ഈ കൊടുക്കാൻ പോകുന്ന ആളുടെ ബർത്ത്ഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസമായെങ്കിലും എൻ്റേതല്ലാതെ ചില കാരണങ്ങളുണ്ട് എനിക്കിത് സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയത് ഇന്നാണ്. ബർത്ത്ഡേകൾ എൻ്റെയും കൂടെ ഫ്രണ്ട് ആയതുകൊണ്ടും ആൾക്ക് എന്തൊക്കെ ഇഷ്ടം എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടും ഹാമ്പർ സെറ്റ് ചെയ്യൽ നമുക്ക് ഭയങ്കര എളുപ്പമായിരുന്നു. ആൾക്ക് മെയിനായിട്ട് 2 ക്രേസാണുള്ളത്. അതിലൊന്നാണിത്. ഇത് പറയുമ്പോൾ ഡയറി അല്ല, ഇതിൽ കാണുന്ന സൺഫ്ലവർ ഇല്ലേ, അതാണ് ആളുടെ മെയിനായിട്ടുള്ള ക്രേസ്. ഈ ഒരു തീമിലുള്ള എന്ത് സാധനവും ഭയങ്കര ഇഷ്ടമാണ്. ഇന്നത്തെ ക്രേസ് പറയുന്നത് ഈ പാണ്ടാസിനോടാണ്. അപ്പം നമ്മൾ ക്യൂട്ടായിട്ടുള്ള ഒരു പാണ്ട ലാമ്പും കൂടി ഹാമ്പറിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആളുടെ റൂമിൽ ഇങ്ങനത്തെ കുറേ പാണ്ടാസിൻ്റെയും സൺഫ്ലവർ തീമിലുള്ള ഐറ്റംസിൻ്റെ കളക്ഷൻ ഉണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അപ്പം നിങ്ങൾക്കും ഇങ്ങനെ പ്രത്യേക സാധനങ്ങളോടൊക്കെ ക്രേസ് ഉണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ചെയ്യണം. നമുക്ക് ഇഷ്ടപ്പെട്ട ഐറ്റംസ് ഇങ്ങനെ ബർത്ത്ഡേക്ക് ഒരു ഹാമ്പറിലൊക്കെ വരുന്നത് നല്ല രസമുള്ള പരിപാടിയല്ലേ. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു ക്ലോക്ക് ക്ലിപ്പും ഒരു വിഷ് കാർഡും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ ഞാൻ വിഷൊന്നും എഴുതിയിട്ടില്ല. അങ്ങനെ സാധനങ്ങളൊക്കെ വെച്ച് ഹാമ്പർ ക്ലോസ് ചെയ്തപ്പോൾ എനിക്ക് ലിഡിന് ഇങ്ങനെ വെറുതെ വിടാൻ വേണ്ടി തോന്നിയില്ല. അപ്പം ഞാൻ ഈ കേക്ക് ടോപ്പർ എടുത്തു. ഞാൻ റീസെൻ്റ് ആയിട്ടാണ് ഈ ഒരു സത്യം മനസ്സിലാക്കിയത്. അതായത് ഇതിൻ്റെ ഈ ബാക്ക് സൈഡിലുള്ള സ്റ്റിക്കർ പീൽ ചെയ്ത് കളഞ്ഞാൽ നമുക്കിത് ഇതിൽ പേസ്റ്റ് ചെയ്യാൻ പറ്റും. ഗ്ലൂവിൻ്റെ ആവശ്യമില്ല എന്നുള്ളത്. ഞാൻ ഇത്രയും നാൾ ഗ്ലൂ വെച്ചിട്ടായിരുന്നു പേസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പാവം ഞാൻ. അങ്ങനെ ഇതൊക്കെ ഒട്ടിച്ച് നമ്മൾ ബോക്സിന് സുന്ദരനാക്കി. അപ്പോൾ ഇതിൻ്റെ ഫൈനൽ ലുക്ക് എങ്ങനെയുണ്ട്? ഈ ഹാമ്പർ കിട്ടിയിട്ടുള്ള ബർത്ത്ഡേകളിലും എനിക്കും ഒരേപോലെ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ഹാമ്പർ ആയിരുന്നു ഇത്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.